കഴിഞ്ഞ ദിവസത്തെ റീലിൽ പറയാതെ ബാക്കി വെച്ച കുറേ വിശേഷങ്ങളോട് പറയാനുണ്ടായിരുന്നു. കേക്ക് മുറിച്ചതിന് ശേഷം അച്ഛൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്ന വേദിയായ കൂത്തുപറമ്പ് മാറാളിഘട്ടിലേക്ക് വിട്ടു. നിർമ്മലഗിരി കോളേജിൽ പഠിച്ച സമയത്ത് 2 വർഷക്കാലം ഇതിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പുസ്തക പ്രകാശനം വേണ്ടി വന്നു. ഞാനും കാശിഫിയൊക്കെ അങ്ങനെ പരിപാടി കാണാൻ വേണ്ടി കാത്തിരുന്നു. അച്ഛൻ്റെ ആദ്യത്തെ പുസ്തകമായ മൈ ഇംഗ്ലീഷ് വേൾഡും രണ്ടാമത്തെ പുസ്തകമായ തോമസ് ആൽവ എഡിസണും പുസ്തകമാക്കി മാറ്റുന്നതിൽ മുൻകൈ എടുത്ത ബിജുവാട്ടൻ തന്നെ പരിപാടി ഇവിടെ ഔപചാരികമായിട്ട് തുടങ്ങി. വൺസ് എ മാഷ് ഓൾവേസ് എ മാഷ് എന്നുള്ള മരുന്ന് പോലെ അച്ഛനിപ്പോൾ റിട്ടയർ ആയിട്ട് വസ്ത്രവ്യാപാരം തുടങ്ങിയിട്ടും അവിടെ എല്ലാവരും മാഷെ മാഷ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ പുസ്തകം എഴുതിയപ്പോഴും അതിൽ കുട്ടികളുടെ എല്ലാ സംശയങ്ങൾക്കും അവരാഗ്രഹിക്കുന്ന തരത്തിൽ മറുപടി നൽകുന്ന രതീശൻ മാഷാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ ആ രതീശൻ മാഷ് തന്നെയാണ് ഈ സതീശൻ മാഷ്. അച്ഛനെ പഠിപ്പിച്ച അച്ഛൻ്റെ ഇൻസ്പിറേഷൻ കൂടിയായ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് ജേതാവ് MP സനിൽകുമാർ സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഏറ്റുവാങ്ങുന്നത് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പവിത്രൻ മുഖേരിയാണ്. പരിപാടിയിൽ അധ്യക്ഷത വെച്ചത് ശ്രീ P കുമാരേട്ടനായിരുന്നു. ശ്രീ ജയപ്രകാശ് പന്തക്കയായിരുന്നു സ്വാഗതം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പരിപാടിയുടെ സമയം 3:30 ആയതുകൊണ്ട് തന്നെ എത്തിച്ചേർന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറവായിരുന്നു. എന്നിരുന്നാലും തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്കൂളിലെ എക്സാം ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടാണ് ടീച്ചർ ആശംസ പറയാൻ എത്തിയിട്ടുള്ളത്. അച്ഛൻ്റെ മറുപടി പ്രസംഗമൊക്കെ ഞാൻ ഫുള്ളായിട്ട് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രതിനിധികളായിട്ട് 2 റാണിജ പഠിപ്പിക്കുന്ന മാഷന്മാരെ കിട്ടിയിട്ടുണ്ട്. അവർ അച്ഛന് കൈയൊക്കെ കൊടുത്തു. ഈ പുസ്തകം വായിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രത്തോട് ഇഷ്ടവും മുതിർന്നവർക്ക് കുട്ടികളിൽ എങ്ങനെ ശാസ്ത്രബോധം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.